ഇത് ഈ വൈറ്റ് കളറിൽ വെച്ചിട്ട് വെക്കാലോ അല്ലെ. അപ്പൊ എല്ലാവർക്കും ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമല്ലേ അല്ലേ? ഇന്ന് അത്തല്ലേ. നമ്മള് പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവരും ഇട്ടില്ലേ? ഇതൊക്കെ കണ്ടോട്ടോ. പൂക്കളൊക്കെ ഇട്ട് ഈ രീതിയില് ടയർ മൊത്തം ഫില്ലാക്കിട്ടോ. ഇഷ്ടായി എല്ലാവർക്കും? പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് പോന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഈ നറുപ്പുത്തിരി പറയുന്നതല്ലേ ഇതാണ് കേട്ടോ. അവിടേക്ക് ഫോൺ കൊണ്ടുപോയില്ല കേട്ടോ. അവിടുന്ന് ആ വീഡിയോ എടുക്കാന് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് കുറവായി. തലേന്ന് ചാർജ് കുത്തി വയ്ക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ അവിടേക്ക് പോയി തൊഴുതിട്ട് ഇതാണ് നമുക്ക് നറുപ്പുത്തിരി. ഇതില് നെൽക്കാത്തിരി ഉണ്ട്, മൂച്ചിടല ഉണ്ട്, പിന്നെ എന്തിന്റെയൊക്കെ ഇല ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഇതിന്റെ പേരൊന്നും അറിയില്ല. അപ്പൊ ഇതെല്ലാം കെട്ടിയിട്ട് നമ്മളെ എവിടെ വെക്കറിയോ? ഇത് ഇവിടെ. ഒന്നില്ലെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം അല്ലേ? അല്ലേ ഇവിടെ അല്ലേ വെക്കാം. കഴിഞ്ഞ വർഷം ഇവിടെ ആട്ടോ വെച്ചത്. അതെടുത്തിട്ട് വീടിന് മോൾ ഭാഗത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ചാണകം ചെറിയ ഉണ്ട ചാണകം ആക്കിയിട്ട് നമ്മൾ ഇവിടെ വെച്ച ചാണകം വെച്ചാൽ ചിലപ്പോൾ വീഴും. അതിനാണ് ഈ സല്ല ടോപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ അവിടെ കറക്റ്റ് ആയിട്ടിരിക്കും. എനിക്ക് എത്തുമെന്ന് അറിയില്ല, എന്നാലും ഉള്ള പോലെ വെക്കട്ടെ. ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ അല്ലെ? ഓക്കെ. അമ്മേ ഒട്ട് നിക്കുവോന്ന് അറിയില്ല. സ്റ്റൂള് കയറി ഞാൻ വീഴും. ഇതാ വെച്ചിട്ടോ. ഇത് സല്ല ടോപ്പ് വെച്ചിട്ടൊക്കെ നമ്മള് ഒട്ടിച്ചിട്ടുണ്ട്. എന്നാലേ അത് കറക്റ്റ് ആയിട്ട് നിക്കുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനെ അമ്പലത്തിൽ പോയി വാങ്ങിച്ചോ? എന്നിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ചോ? പിന്നെ സദ്യവട്ടം പറയുന്നത് വീട്ടിൽ ഒരുക്കുന്നത് ഒരു സാമ്പാർ ഞാൻ ഉണ്ടാക്കാൻ പോണുള്ളൂ കേട്ടോ. സാമ്പാറ്, ഉപ്പേരി, പപ്പടം, എന്നിട്ടുള്ള കുറച്ച് അത്യാവശ്യമുള്ള ചെറിയ സദ്യക്കുള്ളത് അതാണ് ഒരുക്കാൻ പോണത്. പിന്നെ ഞാൻ രാവിലെ പോയ അമ്പലത്തിലെ ഗംഭീര സദ്യയാണ്. കർക്കിടക മാസം ലാസ്റ്റും കൂടിയല്ലേ. അപ്പൊ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം. ചോറാവണേ ഉള്ളൂ. അപ്പൊ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ ഒന്ന് ഞാൻ അത്തായിട്ട് ഉണ്ടാക്കണത്. ആ സാമ്പാറിന്റെ വീഡിയോ അല്ലേ, ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് സാമ്പാറിന് 2 തരം പരിപ്പിട്ടിട്ടാണ് വെക്കുന്നത്. ചെറുപയർ പരിപ്പും തോരപ്പരിപ്പും. അത് മഞ്ഞപ്പൊടി, പച്ചമുളക്, ചെറുള്ളി ഇട്ടിട്ട് ആദ്യം വേവിച്ച് വെക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ അത്തം ദിനത്തിന്റെ വിശേഷങ്ങൾ. ഇതാണ്. വലിയ ഗംഭീര സദ്യ ഒന്നും ഉണ്ടാക്കണില്ല, കാരണം ഇവിടെ അമ്പലത്തിൽ തന്നെ ഗംഭീര സദ്യയാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോകില്ല കഴിക്കാന്. പിന്നെ കുട്ടികളാണെങ്കിൽ അവർക്ക് നാണക്കേടാണ്. അവർ ആവുന്നതും വരില്ല. സഭയിൽ എവിടെയും വരില്ല. ആള് കൂടുന്ന അവിടെ അവര് വരില്ല. അവർക്ക് നാണക്കേടാണ്. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കണ്ടേ. അതുകൊണ്ട് ചെറുതായിട്ടൊരു സദ്യ, അത്രേ ഉള്ളൂ. അപ്പോ എന്താ പറയാ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി അത്തം ദിന ആശംസകൾ. പിന്നെ അതുപോലെ തന്നെ ഹാപ്പി അഡ്വാൻസ് ഓണം ആശംസകൾ. അപ്പൊ ടാറ്റ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.